ഹലോ വെൽക്കം ടു മൈ ചാനൽ ബയോ ബെൻഡേഴ്സ് PSC. അപ്പോൾ നമ്മൾ PYQ വിത്ത് എക്സ്പ്ലനേഷൻ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത്. അപ്പോൾ നമ്മൾ സയൻസാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്ത് മൂലമാണ്? അതായത് തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്ത് മൂലമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അതൊക്കെ ഓൾറെഡി അറിയുന്ന ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ ഗുരുത്വാകർഷണം, ബി ഘർഷണബലം, സി അപവർത്തനം, ഡി കേശികത്വം. ഇപ്പം തന്നെ ഉത്തരം നമുക്ക് അറിയാം അല്ലേ? എന്താണ് കേശികത്വമാണ്. അതായത് കാപ്പിലറി അല്ലെ, കാപ്പിലറൈസ് എന്ന് പറയും. അതായത് മണ്ണെണ്ണ വിളക്കിൻ്റെ അടിയിൽ കിടക്കുന്ന മണ്ണെണ്ണ തിരിയിലേക്ക് പിടിച്ച് മേലോട്ട് എത്തി വിളക്ക് കത്താനായിട്ട് സഹായിക്കുന്നു അല്ലേ? ഇനി നോക്കിക്കേ, അപ്പം ബാക്കിയുള്ളത് എന്താണ്? ഗുരുത്വാകർഷണം എന്താണ് അല്ലേ? ഒരു പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ, അതായത് മാസ്സുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്ഷൻ അല്ലേ? രണ്ട് മാസ്സുള്ള ഒരു വസ്തു, ഓക്കെ, രണ്ട് പിണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് അല്ലേ? മാസ്സുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഘർഷണബലം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രിക്ഷനാണ് അല്ലേ? ഇപ്പം നമ്മളൊരു പ്രതലത്തിൻ്റെ മേലെ കൂടെ ഒരു വസ്തു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ നമ്മൾ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ഘർഷണം? നമ്മൾ ക്യാരം ബോർഡ് അല്ലേ? ക്യാരം ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ക്യാരം ബോർഡിൽ ഇടയ്ക്കിടയ്ക്ക് പൗഡർ ഇടുന്നത് കൊണ്ട് അതിൻ്റെ ഫ്രിക്ഷനെ നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ആ ഒരു മിനുസം, ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് സൈക്കിൾ വീല് ഭയങ്കര ഹാർഡായിരിക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഘർഷണ ബലത്തിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. സി എന്താണ്? അപവർത്തനം. സിമ്പിളാണ് അല്ലേ? ഒരു രശ്മി, അതായത് നമ്മുടെ ലൈറ്റ് റേസ് വേറൊരു ദിശയിലൂടെ പോകുന്നു. അപ്പോൾ നമുക്ക് അവർ ദിശ മാറി അറിയാൻ പറ്റും അപവർത്തനത്തിൽ. അതായത് നമ്മളൊരു ഗ്ലാസ്സിൽ പെൻസിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ പെൻസിൽ വേറൊരു മേലെയുള്ള പെൻസിൽ അതേ ലൈനിൽ തന്നെ ആയിരിക്കില്ല വെള്ളത്തിലുള്ള പെൻസിൽ നമ്മൾ കാണുന്നത് അല്ലേ? ഒന്ന് മാറി ദിശ തെറ്റിയിട്ടാണ് നമ്മൾ മാറുന്നത്. അതെന്താണ്? രശ്മി, അതായത് ലൈറ്റിൻ്റെ സ്ഥാനം മാറിപ്പോകുന്നത് കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. അപ്പം കേശികത്വം എന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് കേശികത്വം നോക്കാം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ചെറിയ കുഴലുകളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം. ഉയരുകയും ചെയ്യും, താഴുകയും ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്? കേശികത്വം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം. കേശികത്വ സ്വഭാവത്തിന് കാരണമായ ഫലങ്ങളാണ് പ്രതലബലം, അഡ്ഹീഷൻ, കൊഹീഷൻ എന്നിവ. ഒരു കുഴലിൽ ദ്രാവകം താഴുന്നതാണ് കേശിക താഴ്ച. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാപ്പിലറി റൈസ്, കാപ്പിലറി ഫോൾ. അതിൽ കാപ്പിലറി താഴ്ച എന്ന് പറയുന്നത് എന്താണ്? താഴുന്നത്. കൊഹീഷൻ ബലം അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക താഴ്ച കാണിക്കും. അപ്പം നമ്മൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്താണ്? കൊഹീഷൻ ബലം അഡ്ഹീഷനെക്കാട്ടിലും കൂടിക്കഴിഞ്ഞാൽ കൊഹീഷൻ ബലം അഡ്ഹീഷനെക്കാട്ടിലും കൂടിക്കഴിഞ്ഞാൽ കേശിക താഴ്ച കാണിക്കും. കേശിക ഉയർച്ച കാണിക്കുന്ന ദ്രാവകമാണ് എന്ത്? ജലം. കേശിക കുഴലിൻ്റെ വ്യാസം കുറയും തോറും കേശിക ഉയർച്ച കൂടുന്നു. ജലാംശം നിലനിർത്താൻ വേനൽക്കാലത്തിന് മുൻപ് നിലം ഉഴുന്നത് കേശിക ഉയർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നിലം ഉഴുന്നത് ഏത് ഇതായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കേശിക ഉയർച്ചയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ? അതായത് ഇതൊക്കെ കേശികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ്. അപ്പം എങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യനും ചോദിക്കാം, ഇത് തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ചോദിക്കാം. കേശികത്വത്തിൻ്റെ ഉദാഹരണങ്ങൾ ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അല്ലേ? വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത് അല്ലേ? വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്? കേശികത്വത്തിന് ഉദാഹരണമാണ്. വേര് മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്നത് അല്ലേ? ഇതേ പ്രോസസ്സ് തന്നെയല്ലേ നടക്കുന്നത്? ഇവിടെ തിരിയാണെങ്കിലും വേര് വലിച്ചെടുക്കുന്നത്. ചോക്ക് ഉപയോഗിച്ച് മഷി ആഗിരണം ചെയ്യുന്നത്. ചോക്ക് ഉപയോഗിച്ച് നമ്മൾ ചോക്ക് തൊടുമ്പോഴേക്കും തന്നെ അത് അബ്സോർബ് ചെയ്ത് വലിച്ചെടുക്കും. ഉപ്പുകടലാസ് ജലം വലിച്ചെടുക്കുന്നത്. മഴക്കാലത്ത് ചുമരുകളിൽ നനവ് പടരുന്നത്. ഇതൊക്കെ എന്താണ്? കേശികത്തിന് ഉദാഹരണമാണ്. കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത്, ഫൗണ്ടൻ പേന പ്രവർത്തിപ്പിക്കുന്നത് എല്ലാം എന്താണ്? കേശികത്വത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ.
ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖാ സമചലനത്തിന് തുടരുന്നതിന് എന്താവശ്യമില്ല? അസന്തുലിത ബാഹ്യബലം, സന്തുലിത ബാഹ്യബലം, അസന്തുലിത ആന്തരിക ബലം, സന്തുലിത ആന്തരിക ബലം. ഏതായിരിക്കും? നമുക്കതിൻ്റെ ഡെഫിനീഷൻ നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ, എന്നാലേ മനസ്സിലാവുള്ളൂ. അസന്തുലിത ബാഹ്യബലം, അതായത് ബാഹ്യബലം, ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറമേ കൊടുക്കുന്ന ബലമാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നേർരേഖാ സമചലനത്തിന് തുടരുന്നതിന് എന്താവശ്യമില്ല? സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 10 കിലോമീറ്റർ ഒന്നും നോക്കാണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു പുള്ളിങ് ആവശ്യമുണ്ടോ? ഇല്ല. സ്ട്രെയിറ്റ് ആയിട്ട് പോവല്ലേ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പുള്ളിങ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാനൊരു ബോൾ ഉരുട്ടി വിട്ടു, അത് നേർരേഖാ ചലനത്തിൽ സെൻട്രലിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ നമ്മൾ വീണ്ടും ഇടയിൽ പോയിട്ട് ഒന്ന് തട്ടിക്കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഒരു ബാഹ്യബലം എക്സ്ട്രാ, ഒരു ബാഹ്യം പുറമേ ഒരു ബലം കൊടുക്കേണ്ടതില്ല. ഈ ബലം ആവിഷ്കരിച്ചത് ആരാണ്? ചലന നിയമങ്ങൾ ഐസക് ന്യൂട്ടൺ. ആരാണ്? ഐസക് ന്യൂട്ടൺ. ഇത് ക്ലിയർ ആണോ എന്ന് വിചാരിക്കുന്നു. അസന്തുലിതമായ ബാഹ്യബലത്തിനു വിധേയമാകുന്നതുവരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു. അതായത് നമ്മളൊരു ബലം കൊടുക്കുന്നത് വരെ അവരെന്തുതന്നെയായിരിക്കും? നേർരേഖാ സമചലനം അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലായിരിക്കും. ഒന്നില്ലെങ്കിൽ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നേർരേഖാ സമചലനം, സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിശ്ചലാവസ്ഥയിലും നേർരേഖയിലെ സമചലനത്തിലും വസ്തുവിൻ്റെ ത്വരണം 0ആണ്. ത്വരണം എന്താണ്? ആക്സിലറേഷൻ 0 ആണ്. എപ്പോഴൊക്കെ? നിശ്ചലാവസ്ഥയിലും നേർരേഖാ സമചലനത്തിലും വസ്തുവിൻ്റെ ത്വരണം 0ആണ്. നോക്കിക്കേ, ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ആകെ ബാഹ്യബലം 0ആണെങ്കിൽ ആ വസ്തുവിൻ്റെ ത്വരണവും 0ആയിരിക്കും. സഫല ബാഹ്യബലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ത്വരണം ഉണ്ടാവുകയുള്ളൂ. ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലേ? ഈ ആക്സലറേഷൻ, അതായത് ഒരു വസ്തുവിൽ